അയ്യാ വണക്കം. ഇനി നമ്മൾ എന്ത് ചെയ്യും സഖാവേ? ഇന്നലെ വരെ കടപ്പുറം സുധാമണി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മാതാ അമൃതാനന്ദമയ്യെ ഇനി നാക്കെടുത്ത് വളച്ചകത്തോട്ടിട്ട് ഇന്നലത്തെ ആ പേരുകളൊക്കെ ഉണ്ടല്ലോ, കടപ്പുറം സുധാമണി, തള്ള, ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും മാറ്റി അമ്മേ എന്ന് വിളിക്കാനാണ് നമ്മുടെ സഖാവ് ഉത്തമം പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, അതായത് നട്ടപ്പാതിരയ്ക്ക് വിളിച്ചുണർത്തി ഇത് നട്ടുച്ചയാണെന്ന് പറഞ്ഞാലും ഒരു ഉളുപ്പുമില്ലാതെ ആണ് എന്ന് പറയുന്ന ആ ടീമുകളായതുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങോട്ട് കയറി ചെല്ലണം. അമ്മ ഇതൊന്നും മൈൻഡാക്കാൻ പോകുന്നില്ല. അമ്മ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിറകുടമാണ്. അതുകൊണ്ട് തന്നെ BJP-കാർക്കും കോൺഗ്രസ്സുകാർക്കും CPM-കാർക്ക് പോയാലും ആര് കണ്ടാലും, അല്ലാതെ ആരെ കണ്ടാലും അമ്മ ആലിംഗനം തരും. എൻ്റെ പേടിയതല്ല സഖാവേ, അമ്മയുടെ ആലിംഗനം ഇനി പാർട്ടി കോൺഗ്രസിൽ റെസൊല്യൂഷനായിട്ട് നമ്മുടെ സഖാവ് AI ഗോവിന്ദൻ ഇറക്കുമോ എന്നുള്ളതാണ് നമ്മുടെ പേടി എന്ന് പറയുന്നത്. എന്തായാലും AI ഗോവിന്ദണ്ണം പറഞ്ഞിരിക്കുന്നത് ഇന്ന് സഖാക്കന്മാരെല്ലാം ഡബിൾ ഷിഫ്റ്റ് എടുക്കണമെന്നാണ്. കാരണം വേറൊന്നുമല്ല, രാവിലെ പാർട്ടിയുടെ യത്തീസം ക്ലാസ്, വൈകുന്നേരം അമ്മയുടെ ബ്ലെസ്സിങ് ക്ലാസ്. അതുകൊണ്ട് ഈ രണ്ട് ക്ലാസ്സുകളും തത്തുല്യമായ രീതിയിൽ സഖാക്കന്മാർക്ക് വീതിച്ചു കൊടുത്താൽ മാത്രമേ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ട് പിടുത്തം നമ്മൾക്ക് അതിജീവിച്ച് പാർട്ടിക്ക് മുന്നോട്ട് പോയി തൊഴിലാളി വർഗത്തെ അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു മാർഗത്തിലേക്ക് ചലിക്കാൻ കഴിയും എന്നാണ് ഗോവിന്ദണ്ണം പറഞ്ഞിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, മാതാ അമൃതാനന്ദമയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അമ്മ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ മാതാ അമൃതാനന്ദമയുടെ ഹാപ്പി ബർത്ത്ഡേ വന്ന ഈ ദിവസം സഖാക്കന്മാരെല്ലാം കൂടെ തള്ളിപ്പിടിച്ചുകൊണ്ട് കുറ്റിയും പറിച്ച് അങ്ങോട്ടേക്ക് ചെന്നിരിക്കുകയാണ്. എവിടെ? അമൃതപുരിയിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്തിനാണ്? അമ്മയുടെ ആലിംഗനം മേടിക്കാനാണ് അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വൈപ്പ്. സംഭവം അങ്ങനെയൊന്നുമല്ല. എന്തായാലും ആദ്യം അയ്യപ്പ സംഗമം നടത്തി അവിടെ ഒന്ന് ക്ലച്ച് പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് AI ചതിച്ചത്. AI ക്യാമറകളെല്ലാം കൂടെ വന്ന് നമ്മുടെ അവിടെ ഇരിക്കുന്ന ലക്ഷക്കണക്കിന്, അതായത് ഇങ്ങനെ കാണ്ടാൻ കണക്കിന് കിടക്കുകയായിരുന്നു ജനങ്ങൾ. ഈ കാണ്ടാൻ കണക്കിന് കിടക്കുന്ന ജനങ്ങളെ ജമിനിയും AIയും ChatGPT എല്ലാം കൂടെ ചേർന്ന് മച്ച് കളഞ്ഞു. അങ്ങനെ മച്ച് കളഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത ലൈന് പിടിക്കാം. എൻ്റെ അടുത്തൊരു സാധനം ഉണ്ട്. അതായത് നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും ഓരോ ലൈന് പിടിക്കുമല്ലോ. ഉദാഹരണത്തിന് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഭയം വേണ്ട, ജാഗ്രത മതി. അത് ചീറ്റിപ്പോയി. അപ്പോൾ കാണാൻ ദാ വരുന്നു ബ്രേക്ക് ദ ചെയിൻ. അതും കഴിഞ്ഞപ്പോൾ നമ്മുടെ പിണറായി സഖാവിൻ്റെ വജ്രായുധം എടുത്തു. ആരും പേടിക്കണ്ട, എല്ലാവരും ഓടിക്കോ എന്നുള്ള വജ്രായുധമാണ് നമ്മുടെ പിണറായി സഖാവ് എടുത്തത്. അതുപോലെ ഓരോന്ന് ചീറ്റുമ്പോഴും നമ്മൾ ഓരോ വജ്രായുധങ്ങളായിട്ട് പുറത്തെടുക്കും. എന്തായാലും എന്തുകൊണ്ടാണ് CPM ഇപ്പോൾ ഈ ഹിന്ദു പ്രീണനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം തരാൻ വളരെയധികം എളുപ്പമാണ്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അതിൻ്റെ വിശ്വരൂപമെടുത്തുകൊണ്ടാണ് കേന്ദ്രം BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എമ്പുരാൻ സിനിമയിൽ അല്ലെങ്കിൽ ലൂസിഫർ സിനിമയിൽ പറയുന്നത് പോലെ ഈ കാവി കൊടുങ്കാറ്റ്, ആ തരംഗം കേരളത്തിലേക്ക് ആഞ്ഞടിക്കാനുള്ള കാറും കോളും എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാറും കോളും ഇങ്ങനെ നിൽക്കുന്നതിന് മുമ്പ് തന്നെ, അത് ആഞ്ഞടിക്കുന്ന മുമ്പ് തന്നെ അതിനെ നമുക്ക് തടയണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാർട്ടി ഒരു ഹിന്ദു പാർട്ടിയാണ്. ഈ ഹിന്ദു പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ പാർട്ടി ഹിന്ദുക്കളെ വോട്ട് കൊണ്ടാണ് ഇവിടെ ജയിച്ചു പോകുന്നത്. ആ വോട്ട് ഇപ്പോൾ ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലും മേയറമ്മയുടെ മണ്ഡലത്തിൽ, അതായത് മുടവൻമുകൾ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ മേയറമ്മ 3ാം സ്ഥാനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. BJP-യാണ് അവിടെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് മുടവൻമുകൾ മണ്ഡലത്തിൽ. GR അനിലിൻ്റെ മണ്ഡലത്തിൽ തോറ്റു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശിവൻകുട്ടി അണ്ണൻ്റെ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല എന്നാണ് പലരും പറയുന്നത്, പല കൗൺസിലർമാരും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ മണ്ഡലങ്ങൾ തിരിച്ച് ഒരു പഠനം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചോർച്ച എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് നോക്കാനായിട്ട് അടിവാരം നോക്കിയപ്പോഴാണ് ആണ്ടടാ പോണ് ഹിന്ദു വോട്ട് മൊത്തം ഇങ്ങനെ ചറപറ എന്ന് ഒലിച്ചു പോവുകയാണ്. കോൺഗ്രസിൽ നിന്നും ഒലിച്ചു പോകുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒലിച്ചു പോകുന്നു. ഇത് ഒലിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? ഇത് ഒലിച്ചു പോകുന്നത് നേരെ BJP-യിലോട്ടാണ്. കാരണം BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് അവരെ എതിർക്കുന്നുണ്ടെങ്കിലും ഈ നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടല്ലോ, ആ വ്യക്തിപ്രഭാവത്തെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. പരമാവധി ഗുജറാത്ത് കലാപമൊക്കെ എടുത്ത് പറഞ്ഞു നോക്കിയേ. പക്ഷേ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ ജെൻസി പിള്ളേരും ഈ BJP-കാരും എല്ലാം കൂടെ അത് ചകഞ്ഞ് ഇങ്ങനെ പഠിച്ച് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഇങ്ങനെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ക്ലാസ്സിലൊക്കെ മാക്സിമം നമ്മൾ താറടിക്കാനായിട്ട് ശ്രമിച്ച് നോക്കി, സവർക്കറൊക്കെ എടുത്തിട്ട് അലക്കി. അപ്പോൾ കാണാൻ ആണ്ടടാ ഇന്ദിരാഗാന്ധി സവർക്കറെ വീര സവർക്കർ എന്ന് വിളിച്ച ഒരു കത്തും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു. EMSൻ്റെ കുറേ ചരിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു. ഇവനൊക്കെ ഇത് എന്തിൻ്റെ കേടാണെന്ന് ആലോചിച്ച് തലമുണ്ടാക്കിയിരിക്കണം. ഇനി ഒരു മാർഗവും ഇല്ല. ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ നമ്പി നിന്നിട്ട് കാര്യമില്ല. കാരണം ഇവർ ഒതളവാണ്.
ഇവർ അങ്ങോട്ടും മറിയും ഇങ്ങോട്ടും മറിയും. പോരാത്തതിന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ നിലപാട് ഇങ്ങറ്റവും മുസ്ലിം സമുദായത്തിൻ്റെ ആദർശം അങ്ങറ്റവുമാണ്. ഇത് അങ്ങറ്റവും ഇങ്ങറ്റവും കൂടെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കവട്ടം കീറിപ്പോവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കീറണ്ട. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഹിന്ദു വോട്ടുകൾ മാന്തിയെടുക്കണം. അങ്ങനെ മാന്തിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മളിങ്ങനെ നടത്തുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ, കല്ലും മുള്ളും കാലിക്ക് മെറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച് നേരെ ശരണം വിളിച്ച് ശബരിമലയിലോട്ട് കയറി. ഇതൊക്കെ കണ്ടുകൊണ്ട് സൈഡിൽ കുറേ സാംസ്കാരിക നായകർ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ആ സമയത്ത് അയ്യപ്പനെ അവഹേളിക്കുന്നത് കണ്ട് അയ്യപ്പനെ നിങ്ങളുടെ കൂടെ നിന്ന് അവഹേളിക്കാനും വനിതാ മതിൽ കെട്ടാനൊക്കെ വന്നു നിന്ന സാംസ്കാരിക നായകർ ഇപ്പോൾ മിണ്ടാതെ ഉരിയാടാതെ ആ സൈഡിൽ ഇരിപ്പുണ്ട്. പാവം സുനിൽ പി ഇളയുടെ അണ്ണൻ അങ്ങേരെ കൊണ്ട് നടന്ന് പ്രസംഗിപ്പിച്ച് അങ്ങേർക്ക് ഒരു ബോഞ്ചി വെള്ളം പോലും വാങ്ങിച്ചു കൊടുത്തില്ല. പല പല വേദികളിൽ നടന്ന് പ്രസംഗിപ്പിച്ച് അയ്യപ്പൻ അങ്ങനെയാണ്, അയ്യപ്പൻ ഇങ്ങനെയാണ്, ആ ജാതി ഈ ജാതി ചെയ്തതോട് മറക്കരുത്, ഈ ജാതി ആ ജാതിയോട് ചെയ്തത് മറക്കരുത്. ഡേയ് നീ നായരാണ്, നീ നായരാണെങ്കിൽ നിൻ്റെ അടുത്തിരിക്കുന്നത് ദളിതനാണ്, അങ്ങനെയാണെങ്കിൽ നീ പണ്ട് ഇവനോട് ചെയ്ത കാര്യം മറക്കരുത്, കയറി അടിയടാ എന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടാതെ ഉണങ്ങാൻ ചീറ്റിപ്പോയി. പിന്നീട് സുനിൽ പി ഇളയുടെ അണ്ണൻ താലിബാനെ ഒന്ന് വിമർശിച്ചായിരുന്നു. അണ്ണൻ പിന്നെ ചൊവ്വയിലോട്ട് പോയി. ചൊവ്വയിൽ നിന്ന് തിരിച്ചിറങ്ങാനായിട്ട് CPM ഒരു സഹായം പോലും കിട്ടിയില്ല. അവിടെ നിന്ന് നേരെ പ്ലൂട്ടോയിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇപ്പോഴും വലിയ വിവരമൊന്നുമില്ല, ഇവിടെയൊക്കെ ഉണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ഹിന്ദു വോട്ട് സമാഹരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, ആ മാതാ അമൃതാനന്ദമയിക്ക് ഹിന്ദു സമൂഹത്തിനകത്ത് വളരെ വലിയ ഒരു ഹോൾഡുണ്ട്. ഈ വളരെ വലിയ ഒരു ഹോൾഡ് ഉള്ളത് കൊണ്ട് തന്നെ മാതാ അമൃതാനന്ദമയി നമുക്ക് പിടിക്കാം എന്നുള്ളൊരു ലൈനിലാണ് ഇവർ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഹിന്ദു വോട്ട് സമാഹരിക്കുക അല്ലെങ്കിൽ ഈ ഹിന്ദു വോട്ട് ശേഖരിക്കുക എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലതിൻ്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതായത് സെൻസസ് റിപ്പോർട്ട്, ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ട്രൽ റിപ്പോർട്ട്, ഇതൊക്കെ ഉണ്ട്. കണ്ട ലിസ്റ്റ് കിടക്കണ കണ്ട. CPM ജയിച്ച 62 മണ്ഡലങ്ങൾ. ഈ 62 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഹിന്ദു വോട്ടർമാരാണ്. ആ ഹിന്ദു വോട്ടർമാർ കിടക്കുന്ന ഈ ഭൂരിഭാഗം മണ്ഡലം, കണ്ണൂർ പയ്യന്നൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1,10,630 ഹിന്ദുക്കളുണ്ട്. അതിൽ ഏറ്റവും കുറവ്, അതായത് അതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ അവിടെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഈ വോട്ട് മൊത്തം നമുക്ക് ചുരണ്ടി എടുക്കണം. അല്ലെങ്കിൽ അടുത്ത തവണ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ കമ്മി മുക്ത ഭാരതമാണ്. അവിടെ ത്രിപുരയിലും ഇല്ല, ബംഗാളിലും ഇല്ല. ബംഗാളിൽ അടിച്ചോട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കമ്മി മുക്ത ഭാരതമായി, പിന്നെ വല്ല മരപ്പട്ടിയിലൊക്കെ മത്സരിക്കേണ്ടി വരും. ഇനി കല്ലിശ്ശേരിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1,03,454 ഹിന്ദുസുണ്ട്. പകുതിയായി അവിടെ മുസ്ലിംസ് ഉള്ളൂ, 50,000 മുസ്ലിംസേ ഉള്ളൂ. പിന്നെ തളിപ്പറം അവിടെ 1,07,000 ഹിന്ദുക്കളാണെങ്കിൽ 52,000 മുസ്ലിംസ്. ഉദുമ അവിടെ 99,324 ഹിന്ദുക്കളാണെങ്കിൽ 66,216 മുസ്ലിം വോട്ടുകൾ. ഇങ്ങനെയാണ് അവിടെ വോട്ടിൻ്റെ ഒരു മതാടിസ്ഥാനത്തിലുള്ളൊരു സെറ്റപ്പ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പല മണ്ഡലങ്ങളിലും മതം ഇങ്ങനെ തിരിച്ച് അതായത് മതം തിരിച്ചെന്ന് പറയുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ഹിന്ദു വോട്ട്, എത്ര മുസ്ലിം വോട്ട്, എത്ര ക്രിസ്ത്യൻ വോട്ട് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ സ്വതന്ത്രനെ അവിടെ ഇവിടെയൊക്കെ നിർത്തി ജയിച്ച ഈ ചില മണ്ഡലങ്ങൾ, ഈ നിലമ്പൂരൊക്കെയുള്ള, മനസ്സിലായില്ലേ, ഈ നിലമ്പൂരൊക്കെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ മാത്രമേ നമുക്കുള്ളൂ വോട്ടെന്ന് പറയാം. അവിടെയാണെങ്കിൽ അൻവർ ഇറങ്ങിയപ്പോൾ കാണാം ദാണ്ടെ ജയിച്ചുകൊണ്ട് പോയി കോൺഗ്രസ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവനെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല സഖാവേ. ഹിന്ദു വോട്ട് ചോർത്തിക്കളയരുത്. നമ്മുടെ, അതായത് പവൻ കല്യാൺ എന്ന് പറയുന്ന നമ്മുടെ പോരാളി ഷാജിയുടെ ഫോട്ടോയിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ്, അതാണ് പവൻ കല്യാൺ. പുള്ളി ഇപ്പോൾ BJPയുടെ കൂടെയാണ്. അതാണ് പോരാളി ഷാജി എന്ന് പറഞ്ഞ് ഇപ്പോൾ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പവൻ കല്യാൺ അങ്ങനെ നിൽക്കുന്നത് പോലെ ഹിന്ദു ജനസേന പാർട്ടി രൂപീകരിച്ചില്ലേ, അയാമേ അപ്പോളജിറ്റിക്കൽ വിട്ടിക്കിത്തിക്കൽ, അങ്ങനെയല്ലേ, അങ്ങനെ എന്തൊക്കെയാണ്, അങ്ങനെയുള്ളൊരു ഹിന്ദുവാണ് ഞാൻ എന്ന് പറയുന്ന പവൻ കല്യാണിൻ്റെ പാർട്ടി പോലെ നമ്മൾ വളരണം. ഇവിടെ ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഞങ്ങൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞ് മാതാ അമൃതാനന്ദമയിയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ പണ്ട് മാതാ അമൃതാനന്ദമയിയെക്കുറിച്ച് പറയുമ്പോൾ ഇവരെന്താണ് മാതാ അമൃതാനന്ദമയിയോട് ചെയ്തത്? മാതാ അമൃതാനന്ദമയിയെ നിരന്തരം അവഹേളിക്കുകയും മാതാ അമൃതാനന്ദമയിയെ വട്ടപ്പേര് വിളിച്ച് കളിയാക്കുകയും മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന സ്ത്രീയെ അങ്ങേയറ്റം അവരുടെ മഠത്തെ പോലും അവഹേളിക്കുന്ന കാര്യങ്ങളാണ് ഇവരവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. മാതാ അമൃതാനന്ദമയിയുടെ മതത്തെ കളിയാക്കി, മാതാ അമൃതാനന്ദമയിയുടെ മഠത്തെ കച്ചവടം എന്ന് പറഞ്ഞാണ് ഇവർ അധിക്ഷേപിച്ചത്. പോരാത്തതിന് മാതാ അമൃതാനന്ദമയിയുടെ ആലിംഗനം, ഈ ആലിംഗനത്തെ മൈൻഡ് വാഷ് തിയറി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ബ്രെയിൻ വാഷ് ചെയ്ത് ജനങ്ങളെ ആലിംഗനത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. മാതാ അമൃതാനന്ദമയിയുടെ മുഴുവൻ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാതാ അമൃതാനന്ദമയി അമ്മ ഏകദേശം
ഏകദേശം 4 കോടിയിലധികം ആൾക്കാരെ ആലിംഗനം ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ലോകമെമ്പാടും. ഈ 4 കോടിയിലധികം ആൾക്കാരെ ആലിംഗനം ചെയ്യുന്നത് മാത്രമല്ല, മാതാ അമൃതാനന്ദമയി 24 മണിക്കൂറിൽ 50,000 പേരെ ആലിംഗനം ചെയ്തിട്ടുണ്ട് എന്ന വേറൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അത് അമേരിക്കയിലോ ജപ്പാനിലോ എന്തോ ആണ്, അമേരിക്കയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആലിംഗനമെല്ലാം നടത്തി കഴിഞ്ഞ ശേഷവും അവിടെ നിൽക്കുന്ന വോളണ്ടിയറുടെ കൈ കഴിച്ചതല്ലാതെ മാതാ അമൃതാനന്ദമയി ഫ്രഷ് ആയിരുന്നു എന്ന് വേറൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും മാതാ അമൃതാനന്ദമയി അടക്കം ഇവിടെ അവഹേളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാതാ അമൃതാനന്ദമയ്യെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിന് കുളിർമ തരുന്ന ഒരു കാര്യമാണ്. ബേസിക്കലി ഇങ്ങനെയൊക്കെ CPM ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാതാ അമൃതാനന്ദമയ്യെ അന്ന് സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ പിന്തുണച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ആ മനുഷ്യനോടൊരു ബഹുമാനം എന്ന് പറയുന്നത്. കാര്യം കൃത്യമായി വിശകലനം ചെയ്ത് പുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ നിലപാട് പറയും. VS അച്യുതാനന്ദനായിരുന്നു. ആ VS അച്യുതാനന്ദൻ അന്ന് മാതാ അമൃതാനന്ദമയ്യെക്കുറിച്ച് പറഞ്ഞത് പല ജാതികളിൽ നിന്നും, പല സമുദായങ്ങളിൽ നിന്നും, പല മതങ്ങളിൽ നിന്നും പല പല പണ്ഡിതന്മാരും പല പല ആത്മീയ നേതാക്കളും ഉയർന്നു വരുന്നുണ്ട്. മുസ്ലിങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഉയർന്നു വരുന്നുണ്ട്. അവരെയൊന്നും ആരും കളിയാക്കുന്നില്ലല്ലോ. ക്രിസ്ത്യൻസിൽ നിന്നും ഒരുപാട് പാതിരിമാരും പള്ളിയിലച്ചന്മാരും കത്തനാറുമാരും ഉയർന്നു വരുന്നുണ്ട്. അവരെയും ആരും കളിയാക്കുന്നില്ലല്ലോ. അപ്പോൾ കടപ്പുറത്ത് നിന്നും, അതായത് മുക്കുവ സമുദായം അല്ലെങ്കിൽ അരയ സമുദായത്തിൽ നിന്നും ഒരു സ്ത്രീ ആധ്യാത്മികതയിൽ അഭയം പ്രാപിച്ച് ആ സ്ത്രീ അവിടെ നിന്നും ഉയർന്നു വരുമ്പോൾ എന്തിനാണ് അവരെ കളിയാക്കുന്നത്? അവരെ കളിയാക്കുന്നതിൻ്റെ പിന്നിൽ പല മതലോബികളുമുണ്ട്. ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരദേശം, അതായത് മാതാ അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമം ഇരിക്കുന്ന ആ തീരദേശം സമ്പൂർണ്ണമായി ഒരു മതം മാറ്റത്തിൻ്റെ വക്കിലായിരുന്നു. അതിൽ നിന്നെല്ലാം ആ ജനങ്ങളെ സമ്പൂർണ്ണമായിട്ടും തടഞ്ഞത് ഈ മഠമാണ് എന്നിങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഠം അത് തടയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ മഠത്തിന് നേരെ ഗ്രഡ്ജസ് ഉണ്ടാവാം. അങ്ങനെ ഗ്രഡ്ജസ് ഉള്ള ആൾക്കാർ അവിടെ ഒരുപാടുണ്ടാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാ അമൃതാനന്ദമയി മഠത്തെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. പിന്നെ ഈ കളിയാക്കുന്നവന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുനിഞ്ഞൊരു കുപ്പ എടുക്കാത്തവന്മാരാണ്. ഈ കുനിഞ്ഞൊരു കുപ്പ എടുക്കൂല, പോരാത്തതിന് യവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നവീകരിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പണി. കുറച്ച് പുരോഗമനവാദം, കുറച്ച് മാനവികത എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മാനവികതയൊക്കെ പറച്ചില്ലേ ഉള്ളൂ. അതേസമയം ആരെങ്കിലും ഒരു ചായ വാങ്ങിച്ച് തരാനായിട്ട് മുമ്പിൽ വന്ന് നിന്നാൽ കയ്യിൽ 5 പൈസയും കാണൂല, പൊത്ത ചട്ടിയായിരിക്കും ഇട്ടിരിക്കുന്നത്. ആ സമയത്തിന് വല്ല കൂലിപ്പണിയും ചെയ്തിരുന്നെങ്കിൽ 10 പേർക്ക് പൊതിച്ചോറെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ഇവർ ബേസിക്കായിട്ട്, അതായത് ഈ മാതാ അമൃതാനന്ദമയെ കളിയാക്കുന്ന ആൾക്കാരെ ബേസിക്കായിട്ട് തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ട്. ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാവപ്പെട്ടവന് കൊടുക്കടാ, എടാ പാവപ്പെട്ടവന് കൊടുക്ക്. ഏത് പണക്കാരൻ, അതായത് ആരെങ്കിലും അധ്വാനിച്ച് നല്ലൊരു നിലയിലെത്തി ഒരു റോൾസ് റോയ്സ് കാറോ ഒരു ബെൻസ് കാറോ ഒരു നല്ലൊരു വീടോ അല്ലെങ്കിൽ കയ്യിൽ നല്ലൊരു ഫോണോ ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നുണ്ട്, യവന്മാർക്ക് കടിയിളവും. അങ്ങനെ കടിയിളവി കഴിഞ്ഞ ശേഷം യവന്മാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് ഇടും. ഈ സാംസങ്ങിൻ്റെ Z ഫോൾഡ് ഫോൺ 1,79,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പാവപ്പെട്ടവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു, ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കാമായിരുന്നു. ആത്യന്തികമായിട്ട് ഇവർ പാവപ്പെട്ടവർ എന്ന് ഉദ്ദേശിക്കുന്നത് യവന്മാരെ തന്നെയാണ്. കാരണം പണിയെടുക്കാൻ വയ്യ, നമ്മൾ തന്നെയാണ് ആ പാവപ്പെട്ടവർ. ഇങ്ങനെ വാസിന് ഫുഡൊക്കെ അടിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ഇനി മാതാ അമൃതാനന്ദമയി ആരാണ്, മാതാ അമൃതാനന്ദമയി ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ജസ്റ്റ് റാൻഡംലി ഒന്ന് ചെകഞ്ഞു നോക്കി. മാതാ അമൃതാനന്ദമയിയുടെ സൈറ്റിൽ ഈ കാര്യങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റുകളിൽ ഈ കാര്യങ്ങളുണ്ട്, പോരാത്തതിന് പല പല സൈറ്റുകളിൽ, പല പല ഒഫീഷ്യലായിട്ടുള്ള സൈറ്റുകളിൽ ഈ കാര്യങ്ങളുണ്ട്. ചെകഞ്ഞു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാം, പക്ഷേ ഒരു ഗവൺമെൻറ്, ഒരു പാരലൽ ഗവൺമെൻറ് മാതാ അമൃതാനന്ദമയി വേണമെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതായത് ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ, ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്. ദുരന്ത നിവാരണവും അവരെ പുനരധിവാസം ചെയ്യലും. അപ്പോൾ ഈ ഒരു സെറ്റപ്പിനായിട്ട് 2004 46 മില്യൺ USD ആണ് മാതാ അമൃതാനന്ദമയി മഠം ചിലവാക്കിയിരിക്കുന്നത്. എന്താണ് ഈ 46 മില്യൺ USD? ഏകദേശം 1000 കോടിയോളം രൂപ, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ മൂല്യമുള്ള പല കാര്യങ്ങളും മാതാ അമൃതാനന്ദമയി ചെയ്തിട്ടുണ്ട്. 2004 സുനാമി ഉണ്ടായി. ആ സുനാമി ഉണ്ടായ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഏകദേശം 1000 കോടി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ 2018 കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് മാധ്യമത്തിൽ റിപ്പോർട്ടറായി കയറിയപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് വലിയ തുറയിലോട്ട് ചെന്നു 2018 അന്നും 2004 അന്ന് സുനാമി വന്ന് വീട് തകർന്ന ആൾക്കാർ അവിടെ വലിയ തുറയിൽ ക്യാമ്പിൽ കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ചു. 2004 നടന്ന സുനാമിയാണ്, 2018 അവർ ക്യാമ്പിൽ തന്നെ കിടക്കുകയാണ്. ഇപ്പോഴും സർക്കാർ വീട് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ ക്യാമ്പിൽ കിടക്കുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ
സമൂഹത്തിലുണ്ട്. അപ്പോഴാണ് മാതാ അമൃതാനന്ദമയി 2004 1000 കോടി രൂപ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള മൂല്യമുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അമൃത കുടീരം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ഈ സുനാമി ബാധിതർക്ക് 6200 വീടുകളാണ്. എത്രയാണ്? 6200 വീടുകളാണ് മാതാ അമൃതാനന്ദമയി മഠം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ക്ലിൻ്റൺ പോലും മാതാ അമൃതാനന്ദമയിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് മാതാ അമൃതാനന്ദമയി മഠത്തെ പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളത് അടുത്ത കാര്യം. ഇനി കത്രീന എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വന്നപ്പോൾ അമേരിക്കയ്ക്ക് 1 ദശലക്ഷം USD ആണ് മാതാ അമൃതാനന്ദമയി റിലീഫ് ഫണ്ടായിട്ട് കൊടുത്തത്. 1 ദശലക്ഷം USD എന്ന് പറയുന്നത് 2005 മുതൽ 2009 വരെ ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഫ്ലഡ് റിലീഫിനായി, അതായത് പ്രളയ ദുരന്ത നിവാരണത്തിനായി 9.6 മില്യനാണ് മാതാ അമൃതാനന്ദമയി മഠം ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇനി വീടുകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അമൃത കുടീരം പദ്ധതി വഴി 47,000 വീടുകളാണ് ലോകത്ത് അങ്ങോളം ഇങ്ങോളം മാതാ അമൃതാനന്ദമയി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ആരോഗ്യം എടുത്ത് നോക്കാം. 4.1 മില്യൺ ആൾക്കാർക്കാണ് മാതാ അമൃതാനന്ദമയിയുടെ ഈ ആരോഗ്യ, അതായത് സൗജന്യ മെഡിക്കൽ സേവനം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ സലീം കുമാറിന് ലോകത്തെവിടെ പോയാലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു, കയ്യിലാണെങ്കിൽ കാശുമില്ല. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് മാതാ അമൃതാനന്ദമയിയെ പോയി കാണാം. സലീം കുമാർ തന്നെ പറഞ്ഞിട്ടുള്ള കഥയാണ്. മാതാ അമൃതാനന്ദമയിയെ പോയി കണ്ടപ്പോൾ സലീം കുമാർ വളരെ പുച്ഛത്തോടെ പറയുകയാണ്, എനിക്ക് അവരെ വിശ്വാസമൊന്നുമില്ല, എങ്കിലും ഞാൻ പോയി കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ മാതാ അമൃതാനന്ദമയുടെ ഒരു ഒറ്റ വാക്ക്, അത് എന്നെ അവരുടെ ഡിവോട്ടിയാക്കി മാറ്റി. അതാണ് പറയുന്നത്. അതായത് ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ സിഗരറ്റ് വലിക്കുന്ന കുറേ ഈ കവലയിലൊക്കെ നിന്ന് ഇങ്ങനെ ഇളുത്ത് വലിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു സിഗരറ്റ് വലിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു 10 ദിവസം അവന്മാരുടെ കൂടെ ചെന്ന് അങ്ങ് നിന്നാൽ മതി. അവിടെ ചെന്ന് നിൽക്കുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളായിട്ട് മാറും. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതുകൊണ്ടാണിത് പറയുന്നത്. ഇനി നാളെ അയ്യോ സിഗരറ്റ് വലിക്കുന്നവരെ അപമാനിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മനസ്സിലായോ? അപ്പം നിങ്ങളും സിഗരറ്റ് വലിക്കാനായിട്ട് മാറും. സലീം കുമാർ നേരെ മാതാ അമൃതാനന്ദമയിയുടെ അടുത്തേക്ക് പോയി. സത്സംഗം, അതിനെയാണ് ഇങ്ങനെ സത്സംഗം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി ക്ലാസ്സിന് മാത്രം പോകാതെ ഇതൊക്കെ കുറച്ച് കേൾക്കണം. അങ്ങനെ മാതാ അമൃതാനന്ദമയിയുടെ അടുത്തേക്ക് പോയപ്പോൾ ആ ഒരു ഓറയ്ക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ, ഈ ഓറ എന്നൊക്കെ പറയുമ്പോൾ ചില പുരോഗമന നവോത്ഥാന സയൻറ്റിഫിക് ഓളികൾ വന്ന് പറയും, ഓറേ അത് സയൻസിൽ തെളിയിച്ചിട്ടില്ലല്ലോ. വേണ്ട, തെളിയണ്ട. എങ്കിലും ഒരു കാര്യം പറയാം. ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നു, നിൻ്റെ തൊട്ടപ്പുറത്ത് രജനീകാന്ത് വന്ന് നിൽക്കുന്നു. നാട്ടുകാർ നിൻ്റെ അടുത്തോട്ട് വരുമോ, രജനീകാന്തിൻ്റെ അടുത്തോട്ട് പോകുമോ? രജനീകാന്തിൻ്റെ അടുത്തോട്ട് പോകും. കാരണം നിന്നെ ആർക്കറിയാം. അതാണ് ഈ ഓറ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഓറ, ഈ മാതാ അമൃതാനന്ദമയിയുടെ ഓറയ്ക്കകത്തോട്ട് കടന്നപ്പോൾ മാതാ അമൃതാനന്ദമയി പറഞ്ഞു, മോനെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഇത് സലീം കുമാർ തന്നെ പറഞ്ഞ കഥയാണ്. അതോടുകൂടി ഞാൻ അവരുടെ വലിയൊരു ഡിവോട്ടിയായി മാറി എന്നാണ് സലീം കുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സൗജന്യ സേവനം വഴി, സൗജന്യ മെഡിക്കൽ സേവനം വഴി, അതായത് ടെലിമെഡിസിൻ മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പൊക്കെ വഴി വലിയ രീതിയിലുള്ള, അതായത് 4.1 മില്യൺ ആൾക്കാർക്കാണ് സേവനം ലഭിച്ചിരിക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിൽ 32,000 സ്കോളർഷിപ്പ്, പോരാത്തതിന് വുമൺ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം. നമ്മുടെ സഖാവ് പറയില്ലേ, സ്ത്രീ ശാക്തീകരണത്തിന് എന്ത് ചെയ്യണം? നവോത്ഥാന മതിൽ കെട്ടാനായിട്ട് വന്ന് പൊരിവെയിലത്ത് നിൽക്കണം, അല്ലെങ്കിൽ വനിതാ മതിൽ കെട്ടാനായിട്ട് വരണം. പഴി ഉങ്ങൾക്ക്, ഈ വനിതാ മതിൽ കെട്ടാനുള്ള ഫണ്ട് എങ്ങൾക്ക്. ഇതാണ് നമ്മുടെ സഖാവിൻ്റെ ഒരു ലൈൻ. പക്ഷേ മാതാ അമൃതാനന്ദമയുടെ ലൈൻ അങ്ങനെയല്ല. സ്ത്രീ ശാക്തീകരണത്തിനായി 1 ലക്ഷം സ്ത്രീകൾക്ക് സ്വയം സഹായ ഗ്രൂപ്പ് രൂപീകരിച്ച് നൽകിയിട്ടുണ്ട്. ഗ്രാമവികസനത്തിന് അമൃത സേവ് പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്, അമൃത സെർവ്. ഇതിൽ 101 ഗ്രാമങ്ങളെ ദത്തെടുക്കുകയും അവിടെയുള്ള ജലസേചനം, അവിടെയുള്ള സാനിറ്റേഷൻ ഇതെല്ലാം ശരിയാക്കി കൊടുത്തു മാതാ അമൃതാനന്ദമയി. ഇനി അടുത്ത പരിസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ 1 മില്യൺ വൃക്ഷത്തൈയാണ് മാതാ അമൃതാനന്ദമയി മഠം നട്ടിരിക്കുന്നത് ലോകമെമ്പാടും എന്നുള്ളത് അടുത്ത കാര്യമാണ്. ഇനി പബ്ലിക് ഹെൽത്ത് സെക്ടർ നോക്കുകയാണെങ്കിൽ അമൃത ഭാരതം ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. ഇനി കോവിഡിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 13 കോടി, എത്രയാണ്? 13 കോടി രൂപയാണ് മാതാ അമൃതാനന്ദമയി രാജ്യത്തിന് വേണ്ടി സംഭാവനയായിട്ട് കൊടുത്തത്. ഇതിൽ 10 കോടി പ്രധാനമന്ത്രിയുടെ PM KSലും 3 കോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയിലുമാണ് മാതാ അമൃതാനന്ദമയി കൊടുത്തത്. എത്രയാണ്? 13 കോടി. ഇനി അടുത്തത് വയനാട് 2024 പ്രളയം വന്നല്ലോ. 2024 വയനാട് പ്രളയം വന്ന ജനങ്ങൾ ഇപ്പോഴും അവിടെ ദുരിതം അനുഭവിക്കുകയാണ്. മാതാ അമൃതാനന്ദമയി മഠം എത്ര രൂപയാണ് അതിന് കൊടുത്തത് എന്നറിയാമോ? മാതാ അമൃതാനന്ദമയി 15 കോടി രൂപയാണ്. എത്രയാണ്? 15 കോടി. ഇവിടെ ടൗൺഷിപ്പ് കൊണ്ടുവരാം, അവിടെ വീട് വെച്ച് തരാം, ഞാൻ 3 പേർക്ക് അവർക്ക് പറയുന്ന സ്ഥലത്ത് വീട് വെച്ച് തരാം എന്നൊക്കെ വേട്ടാവളിയന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അപ്പം തന്നെ 15 കോടി രൂപ എടുത്ത് മാതാ അമൃതാനന്ദമയി പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് മാതാ അമൃതാനന്ദമയി ദേവി ചെയ്തിരിക്കുന്ന വളരെ ചെറിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം.
ആ കഥയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. ആ കഥയെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ താത്വികാചാര്യനായിട്ടുള്ള ബെർലിൻ കുഞ്ഞനന്ദൻ ഈ ബെർലിനിൽ പോയി CIA കിടുപിടിയൊക്കെ എഴുതിയിട്ട് തിരിച്ചു വന്ന് ഇവിടെ പാർട്ടിയിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ച് അവസാനം പാർട്ടിയുടെ തനിക്കോണം മനസ്സിലാക്കി പുറത്തുപോയ ബെർലിൻ കുഞ്ഞനന്ദൻ. ഈ ബെർലിൻ കുഞ്ഞനന്ദൻ പിണറായിയുടെ വലിയ വിമർശകനായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒളിക്യാമറകൾ പറയാത്തത്. ഈ പുസ്തകത്തിനകത്ത് ഒരു ഏടുണ്ട്. ആ ഏട് ദഹിക്കാതെ പോയ ഊണ് എന്നാണ് ആ ഏട്. ആ ഏടിൽ ഇങ്ങനെ പറയുന്നു, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാതാമൃതാനന്ദമയിയുടെ കാല് പിടിക്കാൻ പോയത് സ്വന്തം മകൾക്ക് വേണ്ടി. അതാണ് ഇതിനകത്ത് പറയുന്നത്. അവസാനം ബെർലിൻ കുഞ്ഞനന്ദനെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിലെ ദഹിക്കാതെ പോയ ഊണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അത് ഞാനൊന്ന് വായിച്ചു തരാം, എന്നിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ. പിണറായിയുടെ മകൾ വീണയ്ക്ക് IT വിഷയത്തിൽ എഞ്ചിനീയറിംഗിന് കലശലായ ആഗ്രഹമുള്ള കാലം. കോലിയക്കോട് കൃഷ്ണൻ നായർ മുഖേന സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമം വിഫലമായി. AKG സെൻട്രലിൽ നിന്ന് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ മുഖേന ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുമായി ബന്ധപ്പെടുന്നു. കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിക്കാൻ അമ്മയെ സ്വാധീനിക്കുന്നു. ജാതി മതശക്തികളുടെയും പുത്തൻ സാമ്പത്തിക ശക്തികളുടെയും സമ്മർദ്ദത്തിൽ സ്വാശ്രയ കോളേജുകൾ തലങ്ങും വിലങ്ങും ആരംഭിച്ചതിനെതിരെ SFIയും DYFIയും നടത്തിയ പോരാട്ടങ്ങളുടെ ചൂടും ചൂരും അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ചോരപ്പാടുകൾ മായാത്ത കാലം. പിണറായിയുടെ മകൾ വീണയ്ക്ക് വേണ്ടി ലക്ഷപ്രഭുക്കളുടെ മക്കൾക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥാപനം. അവിടെ വീണയെ ചേർത്താൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരില്ലേ എന്ന ചോദ്യത്തിന് നിങ്ങൾ അതൊന്നും നോക്കണ്ട, കഴിയുമെങ്കിൽ കൃഷ്ണൻ നായരെ വിളിക്കൂ എന്ന പിണറായിയുടെ ആജ്ഞ. AKG സെൻട്രലിലെ ഫോണിൽ നിന്നും ബെർലിൻ കൃഷ്ണൻ നായരെ വിളിക്കുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കഴിഞ്ഞപ്പോൾ അങ്ങേ തലയ്ക്കിൽ നിന്ന് ക്യാപ്റ്റൻ്റെ നീണ്ട ചിരി. കുഞ്ഞനന്ദൻ നായരെ, നിങ്ങൾ പാർട്ടിക്കാൾ സ്വാശ്രയ കോളേജുകൾക്ക് എതിരല്ലേ? SFI പിള്ളേരുടെ സമരം ഇനിയും തീർന്നില്ലല്ലോ. അത്തരം കോളേജിൽ പിണറായി മകളെ ചേർക്കുമോ? നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്ന ചോദ്യം. അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതിനുശേഷം കൃഷ്ണൻ നായർ മറുത്തൊന്നും പറഞ്ഞില്ല. അമ്മ ഇപ്പോൾ വിദേശത്താണെന്നും ബന്ധപ്പെട്ട് നോക്കാമെന്നും ക്യാപ്റ്റൻ്റെ മറുപടി. അന്ന് വൈകുന്നേരം ക്യാപ്റ്റൻ കൃഷ്ണൻ നായരെ വിളിച്ചു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ആവശ്യത്തിനായി പലരെയും ബന്ധപ്പെടുകയായിരുന്നു അദ്ദേഹം. അല്പം കഴിഞ്ഞ് ക്യാപ്റ്റൻ്റെ ഫോൺ. നിങ്ങൾ 2000 അതായത് 2000 ആണ്ട് ജൂലൈ 19 രാവിലെ 10 മണിക്ക് കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടിയെയും കൂട്ടി എത്തണം. ഞാൻ അമ്മയെ വിളിച്ചു. സീറ്റ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോളേജിൻ്റെ കോഓർഡിനേറ്റർ പ്രൊഫസർ പരമേശ്വരനെ കണ്ടാൽ മതി. എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ പിണറായിക്ക് ആശ്വാസമായി. അന്ന് തന്നെ കോയമ്പത്തൂരിലേക്ക് പോകുവാൻ 5 AC ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഏർപ്പാടാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് എമർജൻസി ക്വാട്ടയിൽ 3 ടിക്കറ്റുകൾ ഷൊർണൂരിലേക്ക് കിട്ടി. പിണറായി, ഭാര്യ കമല, മകൾ വീണ, ഞാൻ. പിണറായിയുടെ ഗൺമാൻ എന്നിവർ ജൂലൈ 18 രാത്രി തിരിച്ചു. പിണറായി ട്രെയിനിൽ അപ്പർ ബർത്തിലും ഭാര്യയും മകളും ലോവർ ബർത്തിലും. എനിക്കും ഗൺമാനും ബർത്തില്ലായിരുന്നു. ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ ജനതാദൾ നേതാവ് CK നാണു ബുദ്ധിമുട്ടുന്ന എന്നെ കണ്ടു. അദ്ദേഹം TTA കണ്ട് ഷൊർണൂരിലേക്ക് ഒരു ബർത്ത് ശരിപ്പെടുത്തി തന്നു. എനിക്ക് ബർത്ത് കിട്ടാത്ത കാര്യമൊന്നും പിണറായി ഗവനിച്ചതേയില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ പോകുന്നത് എന്ന ചിന്തയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു. എനിക്ക് ഒരുതരം ആത്മനിന്ദയാണ് തോന്നിയത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരാളെ സഹായിക്കണം? ഞങ്ങൾ പുലർച്ചെ ഷൊർണൂരെത്തി. മഴ കനത്ത് പെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊരു ടാക്സി പിടിച്ച് പാർട്ടി ഓഫീസിലേക്കോ ഗസ്റ്റ് ഹൗസിലേക്കോ പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഓ, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അതിനെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പിണറായി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ ഒരാൾ പിണറായിയെ കണ്ടപ്പോൾ തൊഴുതു വണങ്ങി. 3 ആഡംബര കാറുകൾ ഞങ്ങളെ കാത്തു കിടപ്പുണ്ടായിരുന്നു. ഒന്നിൻ്റെ നമ്പർ 5008. കാർ ഉടമ വൻ ബിസിനസ്സുകാരനും വ്യവസായിയുമായിരുന്ന വരദരാജനായിരുന്നു. ഞങ്ങൾ പാലക്കാട് വിക്ടോറിയ കോളേജിന് സമീപമുള്ള ഗസ്റ്റ് ഹൗസിലെത്തി. സ്വീകരിക്കാൻ പരിചാരകരുടെ വൻ പട തന്നെ ഉണ്ടായിരുന്നു. അതേ കാറിൽ കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. 10 മണിയോടെ എട്ടിമടയിലുള്ള കോളേജിലെത്തി. കോളേജിലെ കോഓർഡിനേറ്റർ പ്രൊഫസർ ശ്രീ പരമേശ്വരൻ ഞങ്ങളെ സ്വീകരിച്ചു. അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രൊഫസർ ശ്രീ പരമേശ്വരൻ സ്വകാര്യമായി പറഞ്ഞു, എൻട്രൻസ് ടെസ്റ്റ് എന്ന നടപടിക്രമം ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മാർക്ക് കൂടി കണക്കിലെടുത്താണ് അഡ്മിഷൻ നൽകുന്നത്. വെറും ഫോർമാലിറ്റി, കുട്ടിക്ക് എഴുതിക്കൂടെ? ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് മ്ലാനത പരന്നു. ഞാൻ പ്രൊഫസർ പരമേശ്വരനോട് സ്വകാര്യമായി പറഞ്ഞു, എൻട്രൻസ് ടെസ്റ്റിൽ കുട്ടി പാസ്സായിക്കോണമെന്നില്ല. ഇത്രയും ഉപകാരം ചെയ്തു തന്ന സ്ഥിതിക്ക് അതും കൂടി ഒഴിവാക്കി തന്നൂടെ? അദ്ദേഹം ആരെയോ വിളിച്ച ശേഷം എൻട്രൻസ് ഒഴിവാക്കി തന്നു. അങ്ങനെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ മുഖേന മാതാ അമൃതാനന്ദമയി ഇടപെട്ട് 1 രൂപ പോലും കൊടുക്കാതെ പിണറായിയുടെ മകൾക്ക് അഡ്മിഷൻ കിട്ടി. ലോക്കൽ ഗാർഡിയനായി വരദരാജൻ മുതലാളി പേര് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ബെർലിൻ കുഞ്ഞനന്ദൻ എഴുതിയത്. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരി.